ഏതാനും മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 5 മാസങ്ങൾക്ക് മുൻപാണ് എസ് ജാനകിയമ്മയുടെ മകൻ മുരളീകൃഷ്ണ വീര പറഞ്ഞത്. എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. അന്ന് മുതൽ മാധ്യമങ്ങളെ കാണാതെ, ആരെയും കാണാതെ മാറി നിൽക്കുകയായിരുന്നു ജാനകിയമ്മ. കഴിഞ്ഞ 5 മാസമായിരുന്നു ജാനകിയമ്മയുടെ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അവശയായി പോയത്. തനിക്ക് എപ്പോഴും കൂട്ടുവന്നുകൊണ്ടിരുന്ന, തന്നെ എപ്പോഴും എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, തൻ്റെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം സമയത്തിന് എടുത്തു തന്നുകൊണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ യാത്ര ജാനകിയമ്മയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എപ്പോഴും സുജാതയോടും KS ചിത്രയോടും മാറി മാറി ചോദിക്കുന്നത്, എന്തിനാണ് ഭഗവാൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് എൻ്റെ മകനെ കൊണ്ടുപോയത് എന്നാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കൾ മരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വലിയ വിയോഗം. അങ്ങനെ ഒരിക്കലും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിൽ സംഭവിക്കരുതെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്ന് ജാനകിയമ്മ എപ്പോഴും പറയുകയായിരുന്നു. അന്ന് മരണവിവരം പങ്കുവച്ച് ഗായിക ചിത്രയായിരുന്നു എത്തിയിരുന്നത്. ഇന്ന് ജാനകിയമ്മയുടെ മരണവിവരം പങ്കുവച്ചത് കൊച്ചുമകളായ അപ്സരയാണ്. ഗിറ്റാറിസ്റ്റ് ആയിരുന്ന മുരളീകൃഷ്ണൻ ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമായിരുന്നു വിട പറഞ്ഞത്. 65 വയസ്സായിരുന്നു ഗിറ്റാറിസ്റ്റിന്. മകന്റെ വേർപാടിൽ നീറിയായിരുന്നു ജാനകിയമ്മയുടെ പിന്നീടുള്ള ജീവിതം. അധികം വൈകാതെ അമ്മയും വിട പറഞ്ഞു. 17 ഭാഷകളിലാൽ 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചാണ് എസ് ജാനകി സിനിമാ ലോകത്തിന് വാനമ്പാടിയായത്. 2017 നവാഗതനായ മിഥുൻ ഈശ്വറിന് വേണ്ടി പാടിയതിനു ശേഷമാണ് പിന്നണി ഗാന രംഗത്തു നിന്നും വിരമിച്ചത്. തുടർന്ന് അവസാനമായി മൈസൂരുവിൽ വിരാമ സംഗീത നിശ നടത്തുകയും ചെയ്തിരുന്നു. വിധിയിൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിലൂടെയാണ് ജാനകിയമ്മയുടെ ചലച്ചിത്ര പ്രവേശനം നടന്നത്. പക്ഷേ ആദ്യ ചിത്രത്തിലെ ഗാനം പുറത്തു വന്നിട്ടില്ല. കുട്ടിയുടെ ശബ്ദത്തിലുമൊക്കെ ആലപിച്ച് വളരെയധികം സ്വരമാധുര്യത്തോടെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരുന്ന പല ഗാനങ്ങളും ജാനകിയമ്മയുടെ കല തന്നെയാണ് എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. ആലപിച്ച വളരെയധികം തന്നെ ഗാനങ്ങളെല്ലാം വളരെ ഹിറ്റായി മാറിയതും നമുക്ക് നന്നായി അറിയാം. 17 ഭാഷകളിലായി 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ച എസ് ജാനകി സിനിമാ ലോകത്തിന്റെ വാനമ്പാടിയായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 2017 നവാഗതനായ മിഥുൻ ഈശ്വറിന്റെ പക്കൽ, പിന്നീട് മലയാളത്തിന്റെ ദത്തുപുത്രിയാണ് എസ് ജാനകി എന്ന് കൂടി പറയാം. മലയാളികൾ കരുതിയതും അങ്ങനെയായിരുന്നു. പൊതുവെ പലരും പറയുമ്പോൾ നാക്കുളുക്കുന്ന മലയാള ഭാഷ കഷ്ടപ്പെട്ട് പാടി എസ് ജാനകി മലയാളികൾക്കൊപ്പം മലയാളം മാധുര്യത്തോടെ സംസാരിക്കുകയും ചെയ്തു. അവരുടെ പ്രൊഫഷണലിസത്തിന് തന്നെ ഇടങ്ങുന്ന രീതിയിൽ ഉദാഹരണമായി തന്നെ നിരവധി സംഭവങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർ ഇന്നും ഓർക്കുന്നു. മൂടൽമഞ്ഞിലെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മുംബൈയിലെത്തിയ എസ് ജാനകി അസുഖം തന്നെ മൂലം കിടപ്പിലായി. എങ്കിലും അവർ സ്റ്റുഡിയോയിൽ എത്തുകയും ചെയ്തു. സ്റ്റുഡിയോയിലെ സോഫയിൽ കിടന്ന് വിശ്രമിച്ചതിന് ശേഷം നേരെ പോയി 3 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു. MS ബാബുരാജിന്റെ മികച്ച ഗാനങ്ങൾ ഭൂരിഭാഗവും ആലപിച്ചത് എസ് ജാനകി തന്നെയായിരുന്നു. തളിരിട്ട കിനാക്കളും, വാസന്ത പഞ്ചമി നാളും, സൂര്യകാന്തിയും, ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമൊക്കെയും അങ്ങനെയുള്ള നിമിഷങ്ങളും രത്നങ്ങളുമായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ എസ് ജാനകിയുടെ പക്കൽ സ്വന്തമായി തന്നെയുണ്ട്. അതും ഒരു വലിയ സഹായം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ എസ് ജാനകിയുടെ സങ്കടത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.